ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 595 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 16 അധ്യായം 20 തിരുവചനമാണ്. തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും, യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. പാരൻസിനും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു ടീച്ചറുണ്ട്. ടീച്ചറിൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ നല്ല മാർക്കാണ്. ഓരോ കുട്ടിക്കുമുള്ളതായ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാനായിട്ട് ടീച്ചറിന് നന്നായിട്ടറിയാം. ഏതെങ്കിലും ഒരു കുട്ടി വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനും അവനെ തിരുത്തുവാനും ടീച്ചറിന് അറിയാം. കുട്ടികളെ ഇത്ര നന്നായി കൈകാര്യം ചെയ്യുവാനായിട്ട് എങ്ങനെയാണ് ടീച്ചറിന് സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ടീച്ചറിൻ്റെ മറുപടി, ഞാൻ ഓരോ കുട്ടിക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും തന്നെ ഇല്ല. കുട്ടികൾക്ക് നന്മ വരാനായി ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ദൈവമാണ് എന്നെ സഹായിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. പ്രാർത്ഥനയിലൂടെ ഏതൊരു നിർണായക ഘട്ടത്തെയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ദൈവം നമ്മളെ സഹായിക്കുന്നു. ഫറവോൻ യോസേഫിനോട് പറയുന്നുണ്ട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല. നിന്നെ ഞാൻ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാക്കും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. കർത്താവിൽ സ്നേഹമുള്ളവരെ, തിരുവചനം പ്രമാണിച്ച് നടക്കുന്നവനൊക്കെയും നന്മ കണ്ടെത്തും. ദൈവത്തിൽ നീ ആശ്രയം വെക്കുന്നു എങ്കിൽ നീ ഭാഗ്യമുള്ളവനായി തീരും. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയിൽ ഞാൻ പൂർണ്ണമായിട്ടും ആശ്രയം വെക്കുന്നു, അങ്ങയെ വിശ്വസിക്കുന്നു. അവിടുത്തെ ജ്ഞാനത്തെ ഗ്രഹിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കില്ല. എൻ്റെ തീരുമാനങ്ങളിലെല്ലാം അവിടുന്ന് എന്നോട് കൂടെ ഉണ്ടാകണമേ. എൻ്റെ വഴികളിലൊക്കെയും അവിടുന്ന് ദീപമായി കൂടെ ഇരിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ.